ഉക്രൈനെതിരെ അയച്ച ഡ്രോൺ തങ്ങളുടെ വ്യോമ അതിർത്തിയിൽ കടന്ന് കയറിയതായി റൊമേനിയ. ഉക്രൈൻ്റെ തെക്കൻ അതിർത്തിയോട് ചേർന്നാണ് ഡ്രോൺ വ്യോമമേഖല ലംഘിച്ചതെന്ന് റൊമേനിയ. ഡ്രോൺ അയച്ചത് യുദ്ധം മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള റഷ്യയുടെ തന്ത്രമെന്ന് വ്ളോഡിമർ സെലൻസ്കി. പോളണ്ടിന് ശേഷം രണ്ടാമത്തെ നേറ്റോ രാജ്യമാണ് റഷ്യൻ ഡ്രോൺ അതിർത്തി കടന്നതായി ആരോപിക്കുന്നത്. വിവരങ്ങളുമായി ഐസൺ തുടരുന്നു. ഐസൺ, ഇത്തരത്തിലുള്ള ഒരു ഡ്രോൺ ആക്രമണത്തെ പരസ്യമായി അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണല്ലോ റൊമാനിയയുടെ പ്രതികരണം. അത് റഷ്യ നടത്തുന്ന ആക്രമണത്തിനെതിരായ ഒരു വലിയ പ്രതിഷേധം കൂടിയായി നമുക്ക് കാണേണ്ടതല്ലേ ഐസൺ ജോസ്? തീർച്ചയായും ഈ നാറ്റോ അംഗരാജ്യങ്ങളുടെ, അതായത് നേരത്തെ പോളണ്ട് ആണെങ്കിൽ ഇന്നിപ്പോൾ റുമാനിയ സമാനമായ ഒരു പ്രശ്നമാണ് ഉന്നയിച്ചിരിക്കുന്നത്. വളരെ 400ഓളം മൈൽ മാത്രം നീളമുള്ള അവരുടെ അതിർത്തിയിൽ റൊമേനിയ യുക്രൈൻ അതിർത്തിയിൽ ആണ് ഇത്തരത്തിലുള്ള ഒരു വ്യോമപാത ലംഘിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഉണ്ടായത്, അല്ലെങ്കിൽ വ്യോമമേഖല ലംഘിക്കപ്പെട്ടത് എന്നാണ് റൊമേനിയ അറിയിക്കുന്നത്. റൊമേനിയ ആ പ്രദേശത്ത് പെട്രോളിംഗ് നടത്തിയിരുന്ന F-16 ഫൈറ്റർ വിമാനമാണ് ഈ ഡ്രോൺ കണ്ടെത്തിയത് എന്നും കൃത്യമായി പറയുന്നുണ്ട്. അത് വ്യോമാതിർത്തി ലംഘിക്കുകയും ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയം അത് റൊമേനിയൻ അതിർത്തി പരിസരത്ത് പറന്നു നടക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. സ്വാഭാവികമായും ഇത് വലിയ നിയമലംഘനമായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പോളണ്ടിന് ശേഷം വീണ്ടും മറ്റൊരു നാറ്റോ രാജ്യം കൂടി സമാനമായ, അതായത് അത് ഡ്രോൺ തങ്ങളുടെ അതിർത്തി കടന്നു എന്നൊരു ആരോപണം ഉന്നയിക്കുന്നത്. പോളണ്ട് ആണെങ്കിൽ ഒരു ഡ്രോൺ വെടിവെച്ചിട്ട് ഇടുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതുപോലെ തന്നെ വ്യോമപാതകളെല്ലാം അടയ്ക്കുന്നത് ഉൾപ്പെടെ, എയർപോർട്ടുകൾ അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് പോളണ്ടിനെ കടക്കേണ്ടിയും വന്നു. ഇതിന് പിന്നാലെയാണ് നാറ്റോ സഖ്യരാജ്യങ്ങളെല്ലാം തന്നെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തുകയും ഫ്രാൻസും അതുപോലെ തന്നെ മറ്റു നാറ്റോ രാജ്യങ്ങളും പോളണ്ടിനെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് വീണ്ടും റൊമേനിയ സമാനമായ ഒരു പ്രശ്നമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്നലെ നടന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവനയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞത് ഈ നാറ്റോ രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിവെക്കണം, അതുപോലെ തന്നെ ചൈനയ്ക്ക് അധിക താരിഫ് ചുമത്തണം എന്ന ആവശ്യങ്ങളെല്ലാം മുന്നോട്ട് വെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് റൊമേനിയയുടെ വ്യോമാതിർത്തി ലംഘിച്ച് റഷ്യൻ ഡ്രോണുകൾ എത്തിയെന്നത്, അതും യുക്രൈനെ ലക്ഷ്യം വെച്ചെത്തി എന്ന് അറിയിക്കുന്നത്. സ്വാഭാവികമായും ഇതിന് മറുപടി സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സെലൻസ്കി പറയുന്നത് ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യമാണ്, പ്രത്യേകിച്ച് നാറ്റോ രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്യുക എന്ന ലക്ഷ്യമാണ് റഷ്യ മുന്നോട്ട് വെക്കുന്നത്. അതുവഴി യുദ്ധം വ്യാപിപ്പിക്കാനുള്ളൊരു നീക്കമാണ് നടത്തുന്നത് എന്ന ആരോപണമാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് മറ്റൊരു സംഘർഷത്തിലേക്ക് നീങ്ങാൻ, അതായത് നാറ്റോയുടെ ഇടപെടൽ പാടില്ല എന്ന കൃത്യമായ നിലപാടാണ് റഷ്യ നേരത്തെ സ്വീകരിച്ചതെങ്കിൽ യുക്രൈന് വേണ്ടി നാറ്റോയുടെ സാന്നിധ്യം, അല്ലെങ്കിൽ നാറ്റോ യുക്രൈനെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ നാറ്റോ രാഷ്ട്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് നാറ്റോ രാജ്യങ്ങളുടെ തന്നെ സൈനിക സാന്നിധ്യം ശക്തമാക്കുന്നതിനുള്ള നീക്കങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതായത് നിരീക്ഷണമെല്ലാം തന്നെ ഫ്രാൻസിന്റെ വിമാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത തുറന്നു വരുന്നു എന്ന സൂചനയും ലഭ്യമാകുന്നുണ്ട്. അതെ, വ്യക്തമാണ്. ഉക്രൈനെതിരെ അയച്ച ഡ്രോൺ തങ്ങളുടെ വ്യോമ അതിർത്തിയിൽ കടന്നു കയറിയതായി റൊമാനിയ കുറ്റപ്പെടുത്തുന്നു. ഉക്രൈൻ്റെ തെക്കൻ അതിർത്തിയോട് ചേർന്നാണ് ഡ്രോൺ വ്യോമ മേഖല ലംഘിച്ചത് എന്ന് റൊമേനിയ പറയുന്നു. റഷ്യ നടത്തുന്ന ആക്രമണത്തെ പരസ്യമായി എതിർക്കുകയാണ് റൊമാനിയ. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.